ദുരന്ത സമയത്തെ സഹായത്തിൽ കേന്ദ്രം സംസ്ഥാനത്തോട് പണം ചോദിച്ചു എന്നത് വ്യാജവാർത്തയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേരളത്തെ കേന്ദ്രം പിഴിയുന്നു എന്നത് കുറേ കാലമായുള്ള പ്രചാരണമാണെന്നും കെ സുരേന്ദ്രൻ. മാക്സ് 7 കൂട്ടായ്മയ്ക്ക് പിന്നിൽ ദേശവിരുദ്ധ ശക്തികളാണെന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്ത സമയത്തെ സഹായത്തിന് കേന്ദ്രം സർക്കാരിനോട് പണം ആവശ്യപ്പെട്ടു എന്നത് വ്യാജവാർത്തയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവരവർ നൽകുന്ന സേവനത്തിന് പണം വാങ്ങാറുണ്ട്. വൈദ്യുതി ബോർഡ് ഉൾപ്പെടെ പണം ഈടാക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള പ്രതികാര നടപടിയും ഉണ്ടായിട്ടില്ല. കേരളത്തെ കേന്ദ്രം പിഴിയുന്നു എന്നത് കുറെ കാലമായുള്ള പ്രചാരണമാണ്. ഒരു വിമാനം ഇറങ്ങുമ്പോൾ അത് ഇവിടുത്തെ ജനങ്ങളുടെ നികുതി പണമാണ്. അപ്പോൾ പണം ഈടാക്കാതിരിക്കാൻ ഒരു സർക്കാരിനും കഴിയില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പണം ഈടാക്കുന്നത് കാലാകാലങ്ങളായി നടക്കുന്നതാണെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളും എല്ലാം അവരവരുടെ വിവിധ വകുപ്പുകൾ ചെലവഴിക്കുമ്പോൾ അതിന് പണം ഈടാക്കും. അത് കേരളത്തോട് മാത്രമുള്ളതല്ല. ഹെലികോപ്റ്റർ ഇറങ്ങുമ്പോൾ അതിനുള്ള പണം ആരാണോ ഹെലികോപ്റ്റർ ഇറക്കിയത്, വ്യോമസേനയാണെങ്കിൽ വ്യോമസേന പണം ഈടാക്കും. ഇതെല്ലാം നിയമം അറിയുന്ന, ഭരണ സംവിധാനത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മളെ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള പണം കൂടി നമ്മൾ ദുരിതാശ്വാസത്തിനോ അല്ലെങ്കിൽ പുനരധിവാസത്തിനോ അധികം ചോദിക്കുക എന്നുള്ളതാണ്. പിന്നെ കുടിശ്ശിക കൊടുക്കാത്തത് എത്രയോ കാലമായിട്ടുള്ളതാണ്. ഇവിടെ ആരെയും വന്ന് ജപ്തി ചെയ്ത് പോയിട്ടില്ല. ഒരു തരത്തിലുള്ള പ്രതികാര നടപടി ഉണ്ടായിട്ടില്ല. അതായത് കേരളത്തെ കേന്ദ്രം പിഴിയുന്നു എന്നുള്ള ഒരു പച്ചക്കള്ളം ആവർത്തിച്ച് ഇവിടെ പ്രചരിപ്പിക്കുകയാണ്. മാക്സ് 7 കൂട്ടായ്മയ്ക്ക് പിന്നിൽ ദേശവിരുദ്ധ ശക്തികളാണെന്നും എന്തുകൊണ്ട് സംസ്ഥാനം കേന്ദ്രത്തെ ഈ വിവരങ്ങൾ അറിയിച്ചില്ലെന്നും സുരേന്ദ്രൻ ചോദിച്ചു. മാക്സ് 7 കൂട്ടായ്മയ്ക്ക് പിന്നിൽ ദേശവിരുദ്ധ ശക്തികളാണ്. പക്ഷെ ഒരു കൊല്ലത്തിലധികമായിട്ട് ഇതിവിടെ നടക്കുന്നു. കേരള പോലീസ് എവിടെയായിരുന്നു? കേരള പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഈ വിവരം റിപ്പോർട്ട് ചെയ്തില്ല? രാജ്യരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചില്ല? ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന ഇത്രയും ഗൗരവതരമായ ഒരു വിഷയമാണ് എന്നാണ് CPM പറയുന്നത്. എന്ത് നടപടിയാണ് സർക്കാർ എടുത്തത്? തൃശൂരിൽ ഉത്സവരക്ഷാ സംഗമത്തിൽ പങ്കെടുത്തതിനു ശേഷമായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം. ജനം, തൃശൂർ.